എന്തെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഇന്നലെ വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. കാരണം എൻ്റെ കൈക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ചായ കുടിക്കണതാണ് ആ കാണുന്നത്. നമ്മൾ ഉപ്പുമാവ് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറച്ചിക്കറി ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി എല്ലാവരും കൂടെ പിള്ളേരും ഉണ്ട്, നമ്മളെല്ലാവരും കൂടി ചായ എടുക്കാനാണ് ഈ കാണുന്നത്. പിന്നെ അതാണ്ട് എൻ്റെ കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതെന്താ വെച്ചാൽ ഇന്നലെ ഒരു തേനീച്ച കടിച്ചാണ് വൈകുന്നേരം. പക്ഷേ അന്നേരം ഒന്നും വലിയ സീൻ ഉണ്ടായിരുന്നു, ചെറിയ നീരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേനും നല്ലപോലെ നീര് വെച്ചു. അപ്പോൾ ഏട്ടൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ വിഷക്കൊല്ലി കൊണ്ട് തന്നേക്കണാണ് ഈ കാണുന്നത്. വിഷക്കൊല്ലിയും മഞ്ഞളും കൂടെ അരച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ട് ഏട്ടൻ ദാണ്ടെ പക്ഷിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചിലക്കുരുതിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. പഴമാണ് കേട്ടോ കൊടുക്കണേ. ഇത് നമ്മളിങ്ങനെ ഇരുത്തുന്നത് എന്താ വെച്ചാൽ അത് പറക്കാറോ ആകുവാണെങ്കിൽ പറന്ന് പോയി രക്ഷപ്പെട്ടെ എന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പഴവും ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെയാണ് കേട്ടോ ഈ പക്ഷിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് പറന്ന് നോക്കണ്ട്. പക്ഷെ പറന്ന് പോയിട്ട് അത് ദാണ്ടെ മേളിൽ വലയിൽ വന്ന് കുടുങ്ങി കേട്ടോ. കുടുങ്ങിയെന്ന് വെച്ചാൽ അവിടെ വന്നിരുന്നു. അപ്പോൾ ദാണ്ടെ പിന്നെ അപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കണമല്ലോ, കാരണം അത് ഒത്തിരി പറക്കാനൊന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനെ പിന്നെ എടുത്തിട്ട് പഴം കൊടുക്കുന്നുണ്ട്. പിന്നെ ദാണ്ടെ മഞ്ഞളും നമ്മുടെ വിഷക്കൊല്ലിയും കൂടെ അരച്ച് ഏട്ടൻ എനിക്കിതാ കയ്യിലിട്ട് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ കൈക്ക് രാവിലെ തന്നെ നല്ല ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഉപ്പുമാവൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ദാണ്ടെ കുറച്ച് എനിക്ക് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഈ കാണുന്നത് കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദാണ്ടെ മേളിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറേ നേരം അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അമ്മ എല്ലാവരും കൂടി ആയിട്ട് അമ്മാവൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അതായത് അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി വണ്ടി കയറാൻ വേണ്ടി വന്നേക്കുന്നതാണ് കാണുന്നത്. എല്ലാവരും ഇല്ല, എന്ത് കുറച്ച് പേര്. ബാക്കി നമ്മളങ്ങനെ അവിടെ ഇരുന്നിട്ട് പിന്നെ ചക്കയൊക്കെ വെട്ടി തരണേ കാണുന്നത്. ചക്കയിടലും കരിക്കുവട്ടലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ താണ്ടെ അവിടെ കണ്ടോ കുഞ്ഞും പൈനാപ്പിൾ ചെടി. ഇതൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ആണെങ്കിൽ കുഞ്ഞു പൂവാണ് ഇതിന് ഉണ്ടാവണേ. കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ നേരത്തെ ജോലിക്ക് കൊടുക്കുന്ന സമയത്ത് പോണൊരു വീട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാനത് നോക്കുവോ ഉണ്ടായിട്ടുണ്ടെന്ന്. ഒത്തിരി നാൾ നിൽക്കൂട്ടോ അങ്ങനെ ഉണ്ടായിട്ട്. പിന്നെ താണ്ടെ ഏട്ടൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് താണ്ടെ ചോറ് കോരി തന്നെയാണ് ഈ കാണുന്നത്. കാരണം എനിക്ക് കൈ കൊണ്ട് കഴിക്കാൻ മേലോ. ഞാൻ അപ്പോൾ മഞ്ഞളൊക്കെ അരച്ചിരിക്കുകയാണ്, നല്ലപോലെ നീരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നീര് ഉച്ചയപ്പോഴത്തേന് ഇത്രയും കൂടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. നല്ലപോലെ നീരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൈപ്പത്തി ഒട്ടും മടങ്ങത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാനൊന്നും മേലായിരുന്നു, നിച്ചൂസിന് എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മമ്മിക്കാണെങ്കിലും കറിയൊക്കെ എനിക്ക് മമ്മി വന്ന് ഉണ്ടാക്കി തന്നു കേട്ടോ. മമ്മിക്ക് വേറെ അടുക്കളയുണ്ടെങ്കിലും മമ്മി എൻ്റെ അടുക്കളയിൽ വന്ന് എനിക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടാക്കി തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേന് പിന്നെ പിള്ളേരെ എനിക്ക് ഐസ് ഇട്ട് തന്നെ കേട്ടോ. കാരണം നല്ലപോലെ ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മാന്തി കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ആയപ്പോൾ തന്നെ എൻ്റെ മുട്ടുവരെ നല്ലപോലെ നീര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ് ഇടാൻ പറഞ്ഞിട്ട് അവരെനിക്ക് രണ്ടുപേരും കൂടി നല്ലപോലെ ഐസ് ഇട്ട് തന്നു. ഐസ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. ആ തണുപ്പൊക്കെ കൂടി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ആകുമ്പോഴത്തേനും മാറുമെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കത് നേരെ ഇരട്ടിയാവുകയാണ് ചെയ്തത്. കോലാപ്പിയായിരുന്നു എൻ്റെ കൈ തടിച്ച് വണ്ണം വെച്ച് ഈ ഒരു അവസ്ഥയിലായിരുന്നു. അതിന് കാരണം ഞാൻ തന്നെയായിരുന്നു. കാരണം എനിക്കിങ്ങനെ ചൊറിച്ചിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് മാന്താണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നല്ലപോലെ മാന്തും പിള്ളേരെ കൊണ്ട് മാന്തിപ്പിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ പാവങ്ങൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് എനിക്ക് വേണ്ടി ഐസ് വെച്ച് കൈ കുറേ നേരം അവരിങ്ങനെ ചെയ്തു തന്നു കേട്ടോ. കുറേ നാൾ കൂടിയാണ് ഇങ്ങനത്തെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണേ. കാരണം കൈ കൊണ്ടൊന്നും ചെയ്യാൻ പാടാണ്ട് ഒരുമാതിരി വേദനയും കടിയും ചോദിച്ചിലും എല്ലാം ആയിട്ട് ഒരുമാതിരി ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു ഇന്നത്തേത്. പിന്നെ വൈകുന്നേരത്തേക്ക് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉപ്പാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഉപ്പാവ് ഉണ്ടാക്കണേണ്ടായി കാണുന്നത്. അപ്പം എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നോക്കൂത്തിയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളി ഉപ്പാവൊക്കെ ഉണ്ടാക്കി. പിള്ളേർ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതുവരെ അവരെ കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ ഉണ്ടാക്കണോണ്ട് എനിക്ക് വൈകിട്ടോണ്ട് ഏട്ടൻ ഉണ്ടാക്കണോണ്ട് ഇപ്പോൾ ഏട്ടനോട് അവർ കൂടാന്ന് പറഞ്ഞിട്ട് വന്ന് കൂടെ നിന്ന് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ രാത്രി എപ്പോഴത്തേനും എനിക്ക് കൈ ഒട്ടും അനക്കാൻ മേലാണ്ടായി. അപ്പോൾ ദാണ്ടെ അവരോടിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ദാണ്ടെ ഇങ്ങനെ കുത്തി കണക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒറ്റ കുത്തുകൊണ്ട് ഒരു തേനീച്ചയ്ക്ക് എന്നെ ഇങ്ങനെ വണ്ണം വെപ്പിക്കാനാവുമെന്ന് എനിക്ക് ഇന്നലെയാണ് കേട്ടോ മനസ്സിലായത്. കാരണം എല്ല് പിടിച്ചിരുന്ന എൻ്റെ കൈ ദാണ്ടെ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത്. ആ ഒരു കൈയാണ് ഇപ്പോൾ തേനീച്ച ഇങ്ങനെ ആക്കി വെച്ചത്. എന്താണെങ്കിലും അങ്ങനെ ഒരു ദിവസം, ഒരു വളരെ മോശമായ ഒരു ദിവസം അങ്ങനെ കടന്നു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റാ.